ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേരിയന്റ് അതായത് ഡസ്റ്ററിന്റെ 85 PS വരുന്ന വണ്ടിയാണ്. 16 ഇഞ്ച് ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ഫിനാൻസ് പാസ്സാവാൻ ചാൻസ് ഫുൾ ഫിനാൻസ് പാസ്സാവും വണ്ടിക്ക്. ഫുൾ ഫിനാൻസ് പാസ്സാവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ. അതെ, ഓട്ടോമാറ്റിക് ഡിസയർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 49,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ആ ബാഡ്ജ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതെ, ഗ്രില്ല് മാറ്റിയിട്ടുണ്ടല്ലേ? ഗ്രില്ല് നമ്മുടെ ലാൻഡ് റോവർ റേഞ്ച് റോവർ ആ ഒരു ഗ്രില്ലിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 2,50,000. 2.5 3,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോളോ ഡീസലോ? പെട്രോൾ വി വേരിയന്റ് വരുന്ന മാനുവൽ ആണ്. ഹായ്, ഹലോ, ഇറ്റ്സ് മീ അരുൺ. അപ്പോൾ നമ്മൾ എസ് എ കാറിൻ്റെ രണ്ടാമത്തെ ഷോറൂമിൽ വന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കൈപ്പട മോളിലാണ് രണ്ടാമത്തെ ഷോറൂം എന്ന് പറഞ്ഞാൽ. ഈ ഷോറൂമാണ് ആ ഷോറൂമാണ് ആദ്യം വന്നത്? അതാണ് ആദ്യം വന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഷോറൂം തന്നെയാണ്. ആദ്യത്തെ ഷോറൂമിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ ഒരു ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, വണ്ടിയുടെ ഫ്യൂൽ ഓപ്ഷൻ ഏതാണോ അത് നിങ്ങൾക്ക് ഫുൾ ടാങ്ക് തരുന്നതായിരിക്കും വണ്ടിയോടൊപ്പം. അപ്പോൾ അത് നമ്മൾ അവിടെ പറഞ്ഞു. അത് ഇവിടെ ഉണ്ട്, കാരണം അത് ഇവരുടെ ബ്രാഞ്ച് തന്നെയാണല്ലോ, അപ്പോൾ ഇവിടെ കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ അമ്മയും നമ്മുടെ കൂടെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ മാറി കയറി വന്നിട്ടുണ്ട്. ഫിനാൻസ് എല്ലാ വണ്ടിക്കും, ഫിനാൻസ് ഇല്ലാത്ത വണ്ടി ഏതെങ്കിലും കിടപ്പുണ്ടോ നമുക്ക്? ഫിനാൻസ് ഇല്ലാത്ത വണ്ടി എന്ന് പറയാനായിട്ട് ആകെ ഇല്ല. എല്ലാ വണ്ടിക്കും നമുക്ക് എ സ്റ്റാർ മാത്രമാണ് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റാത്ത. ബാക്കി എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ചെയ്യാവുന്നതാണ്. 12 മുകളിലേക്കാണോ 13 മുകളിലേക്കാണോ? 12 മുകളിലേക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വണ്ടി ഓരോന്നിട്ട് പരിചയപ്പെട്ടു തുടങ്ങിയാലോ? ആ സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതെ. അത് ഇവിടുന്ന് തുടങ്ങണം. നമുക്ക് ഡസ്റ്ററിൽ നിന്ന് തുടങ്ങിയാലോ? ഡസ്റ്ററിൽ നിന്ന് തുടങ്ങാം. ഇത് ഏതാ മോഡല്? ഇത് 2014 മോഡല്, 15 രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ വേരിയന്റ്. അതായത് ഡസ്റ്ററിന്റെ 85 PS വരുന്ന വണ്ടിയാണ്. 85 PS. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 1,10,000. 1,10,000 കിലോമീറ്റർ ഓടി. 10,000 അല്ല, 1,000 കിലോമീറ്റർ. 1,10,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിൽ നടക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് വണ്ടിയാണ്. വണ്ടി ടയർ കണ്ടീഷൻ ഫ്രണ്ട് 2 ടയേഴ്സ് ഏകദേശം ഒരു 50-60% ഉണ്ട്. ബാക്ക് 2 ടയർ ഒരു 40% ഉണ്ട്. ഇത് ഡമ്മി അല്ലേ? ഇത് ഡമ്മിയാണ്. കൊടുത്തിരിക്കുന്നതാണ്. ലുക്ക് ഉണ്ട്. അപ്പോൾ വണ്ടിക്ക് നമ്മൾ എത്ര വില പറയുന്നത്? വണ്ടിയുടെ റേറ്റ് വരുന്നത് 4 lakh. 4 ലക്ഷം രൂപയാണ് വണ്ടിയുടെ പ്രൈസ്. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറാം. എത്ര വരെ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതൊരു ഏകദേശം ഒരു 3 year to 5 year വരെയും ചെയ്യാം. ഇപ്പൊ ഈ 14 മോഡൽ അതിന്റെ പേരിൽ ചിലപ്പോൾ ബാങ്ക് ചെയ്യുന്നത് ചിലപ്പോൾ 2 year അല്ലെങ്കിൽ 3 year ആയിരിക്കാം. നമുക്ക് പ്രൈവറ്റ് ആകുമ്പോൾ ഒരു 5 year വരെ ചെയ്യാൻ പറ്റും. എത്ര ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും നമുക്ക്? ഡൗൺ പേയ്മെന്റ് ഏകദേശം അപ്രോക്സിമേറ്റ് എമൗണ്ട് ഒരു 70-80. 70,000 അല്ലെങ്കിൽ 80,000 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്ക് ബാക്കി വണ്ടി ഫിനാൻസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിനും ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ഉള്ളിലേക്ക് പോകാം അല്ലേ? അത് ഇത് പറയണോ? ഇത് പറഞ്ഞിട്ട് അടുത്തത് ഇതും ഡീസൽ വണ്ടിയാണ്. 3 ഡീസൽ വണ്ടി. ഡീസൽ സ്വിഫ്റ്റ് VDI. ഏതാ മോഡല്? 14 മോഡൽ. സെയിം 15 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 88 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് ABS വരുന്ന വണ്ടിയാണ്. പിന്നെ റീപ്ലേസ്മെന്റ്സ് പറയാനായിട്ടുള്ളത് ഇതിന്റെ ബോണറ്റും ഗ്ലാസും ക്ലെയിം ചെയ്തിട്ടുണ്ട്. ബോണറ്റ് ഗ്ലാസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് വേറെ കമ്പനി സർവീസ് ആയിട്ട് തന്നെ പോയിരിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കമ്പനി തന്നെയാണ് റീപ്ലേസ് ചെയ്തേക്കുന്നത്? അതെ, കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. അങ്ങനെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും അല്ല, കമ്പനി തന്നെ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഇതിന് അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ച് ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 16 ഇഞ്ച് OEM അലോയ്സ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവർ, അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഫിറ്റിംഗ് ആണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ വില ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 4,30,000. 4,30,000. 4,30,000 ഇതിന്റെ വില. അപ്പോൾ ഇതിനും കിട്ടുന്നതായിരിക്കും ഫുൾ ടാങ്ക് ഇന്ധനം. അടുത്തത് അങ്ങോട്ട് പോവാം. വെൻഡോ അല്ലേ? ഇത് വെൻഡോ ഡീസൽ 2015 മോഡല്. ഓക്കെ, 2015 മോഡല്. ഓണർഷിപ്പ് വരുന്ന തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 156. ഇത് ഹൈലൈൻ ടോപ്പ് എൻഡ് വണ്ടിയാണ്. 1,56,000 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ലാസ്റ്റത്തെ ഒരു 2-3 സർവീസ് പുള്ളി പുറത്താണ് ചെയ്തിരിക്കുന്നത്. അതായത് തേർഡ് ഓണർ പുറത്താണ് സർവീസ് ചെയ്തിരിക്കുന്നത്. അവർ അത്യാവശ്യപ്പെട്ട എല്ലാ സർവീസും ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. വണ്ടിയുടെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. ഇഞ്ചക്ടർ അവർ റിഫ്രഷ് ചെയ്തിട്ടതാണ്. ഇത് പുറത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ അഴുക്ക്. വാഷ് ചെയ്താൽ സെറ്റപ്പ് ആവും കേട്ടോ. ഇവിടെ എവിടെയൊക്കെ നിങ്ങൾ അഴുക്ക് കാണുന്നുണ്ടാവും. അത്
മഴ അടിച്ചു കയറുമ്പോൾ നമുക്ക് ചെളിയൊക്കെ തെറിക്കുമല്ലോ. അപ്പോൾ വില എത്രയാണ്? ഇതിന്റെ വില വരുന്നത് 3,90,000. 3,90,000. 3,90,000 ഇതിന് മാക്സിമം ഫിനാൻസ് കയറുമോ? മാക്സിമം ഫിനാൻസ് കയറും. 2015 മോഡൽ ടോപ്പ് എൻഡ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു 5 വർഷമൊക്കെ ചെയ്യാൻ പറ്റും. 5 വർഷം സുഖമായിട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം ഏകദേശം ചിലപ്പോൾ ഫുൾ ഫിനാൻസ് പാസ്സാവാൻ ചാൻസ്. ഫുൾ ഫിനാൻസ് പാസ്സാവും വണ്ടിക്ക്. ഫുൾ ഫിനാൻസ് പാസ്സാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഒരു 700-750 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 0 ഡൗൺ പേയ്മെന്റിൽ വീഴുന്നതായിരിക്കും. അതെ. നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു അമേസ്. അമേസ് നമുക്കിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ടോക്കൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ടോക്കൺ ആയി. അത് അഡ്വാൻസ് ആയ വണ്ടിയാണ്. അപ്പോൾ ഇത് വെർണ. ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. SX 1.6 ഓട്ടോമാറ്റിക്. SX 1.6 ഓട്ടോമാറ്റിക്. 6 സ്പീഡ് ആണോ? 6 സ്പീഡ്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് കിലോമീറ്റർ 69 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഇതിനും നമുക്ക് 80-90% വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 5 ഇയർ ചെയ്യാൻ പറ്റും. ബാങ്ക് ചെയ്യാൻ പറ്റും. വെറും 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഏകദേശം ഒരു 70-80% ടയർ കണ്ടീഷൻ ഉണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 8,25,000. 8,25,000. 8,4 ലക്ഷമാണ് ഇതിന് പറയുന്ന വില. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി തന്നെയാണ് അല്ലേ? അതെ, നീറ്റ് വണ്ടിയാണ്. യെസ്. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ. അതെ, ഓട്ടോമാറ്റിക് ഡിസയർ. സെയിം സെഡാൻ സെഗ്മെന്റ് ഓട്ടോമാറ്റിക് വരുന്ന മാരുതിയുടെ വണ്ടിയാണ്. ഓക്കെ. ഡിസയർ VXI ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365. 365. ഓപ്പൺ ആക്കി 365. ഓക്കെ. 365 നമ്മൾ പറയുന്ന വില. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഷോക്ക് കണ്ടീഷനാണ് എല്ലാം ഉള്ളത്. എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് കവറാണ് അഡീഷണൽ ആക്കിയിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ അഡീഷണൽ വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല അല്ലേ? അതെ. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഒരു ഗ്രാൻഡ് ഐറ്റം നിയോസ് ആണ്. പറഞ്ഞോ, ഇതേതാ മോഡല്? ഇത് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 49,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വണ്ടിയിലുള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 5,40,000. 5,40 ആണ് നമ്മൾ പറയുന്ന റേറ്റ്. ഇത് മാഗ്ന എന്ന് പറയുന്ന വേരിയന്റ് അല്ലേ? മാഗ്ന എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 49,000 കിലോമീറ്റർ കമ്പനി സർവീസ്. വേറെ റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. പെട്രോൾ മാനുവൽ. വില എത്ര പറഞ്ഞ? വില 5,40,000. 5,40,000. ഇതിന് മാക്സിമം ഹ്യുണ്ടായുടെ വണ്ടിയൊക്കെ മാക്സിമം ഫിനാൻസ് കയറാൻ സാധ്യത. നമ്മൾ ഫ്യൂവലിലും ഇത് എടുത്ത് പറയാത്തത് എല്ലാത്തിനോടും ഓഫർ കൊടുക്കുന്നതാണ്. അത് എല്ലാത്തിനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയാത്തത്. അടുത്തത് ബ്രസ. ഇത് ഡീസലിൽ വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 85,000 കിലോമീറ്റർ. 2018 മോഡൽ LDI. 2018 മോഡൽ LDI. ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. കിലോമീറ്റർ 85. ഇതിന്റെ ബോണറ്റ് മാത്രം ക്ലെയിം ചെയ്തിട്ടുണ്ട്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനിയിലാണോ ചെയ്തിരിക്കുന്നത്? അതെ, കമ്പനിയിലാണ്. അപ്പോൾ ഹിസ്റ്ററിയിലുണ്ടാവും. ഇവിടുത്തെ ആ ബാഡ്ജ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതെ. ഇത് ഗ്രില്ല് മാറ്റിയിട്ടുണ്ടല്ലേ? ഗ്രില്ല് നമ്മുടെ ലാൻഡ് റോവർ റേഞ്ച് റോവർ ആ ഒരു ഗ്രില്ലിലേക്ക് മാറിയിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ രസമുണ്ട്. അലോയ്സ് അഡീഷൻ ചെയ്തതാണ്. ടയർ ഫ്രണ്ട് 2 പുതിയ ടയേഴ്സ് ആണ്. ബാക്ക് 2 ടയർ ഏകദേശം ഒരു 60% കണ്ടീഷൻ ഉണ്ട്. അതിന്റെ കാലിബർ ഒക്കെ റെഡ് കളർ. ഇത് ന്യൂ ബ്രസ് ഒക്കെ വന്ന അലോയ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വില എത്ര നമ്മൾ പറഞ്ഞത്? ഇതിന്റെ റേറ്റ് വരുന്നത് 7,10,000. 7,10,000 ആണ്. ഫിനാൻസ് കയറുന്നതാണ്. മാക്സിമം ഫിനാൻസ് കയറും. നിങ്ങളുടെ ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുക. അടുത്തത് I20. ഇത് 2013 മോഡല് പെട്രോൾ ആണ്. ഓക്കെ. തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 64,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോൾ മാനുവൽ. വേരിയന്റ് ഏതായിരുന്നത്? വേരിയന്റ് മാഗ്ന വേരിയന്റ്. I20 പെട്രോൾ മാഗ്ന. ഫ്ലൂയിഡിക് ഷേപ്പ് ആണ്. അപ്പോൾ നമ്മുടെ വില എത്ര പറയുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നത് 2,50,000. 2.5. ഇതിന് ഫിനാൻസ് കയറുമല്ലോ? ഇതിന് ഫിനാൻസ് കയറുന്നതാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല അഴുക്ക് കയറി കിടപ്പുണ്ട്. വണ്ടി വാഷ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. വണ്ടി ജസ്റ്റ് ഇന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്ത് സെറ്റപ്പ് ആക്കി കഴിയുമ്പോഴാണ് അതിന്റെ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും, അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ചെളി അടിച്ച് കയറിയതിന്റെ പ്രശ്നങ്ങളൊന്നും. ഡോക്ടർ യൂസ് ആയിരുന്നു വണ്ടി? ഏതാ? ഡോക്ടർ യൂസ് ആയിരുന്നല്ലേ? ഡോക്ടർ യൂസ് ആണെന്ന് വെറുതെ പറഞ്ഞോളൂ കേട്ടോ. ഇനിയിപ്പോൾ അതിന്റെ കയറി പിടിക്കണ്ട, വെറുതെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അടുത്ത എക്സ്പ്രസോ. ഇത് 2020 മോഡൽ. കിലോമീറ്റർ 58 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ.
ഇത് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 3.5. ഇതിപ്പോ ഏകദേശം ഒരു ടോക്കണ്ട ഇതിൽ നിൽക്കുന്നതാണ്. ടോക്കണായി കിടക്കുകയാണല്ലേ? അതെ ഇതും ഇതേപോലെ ജസ്റ്റ് ടോക്കൺ ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ അമേസിന്റെ കേസ് പറഞ്ഞ പോലെ ടോക്കൺ ആയിട്ടുണ്ട്. മിക്കവാറും അത് ഉടനെ തന്നെ പോകുന്നതായിരിക്കും. അടുത്തത് എസ്റ്റാർ. ഫിനാൻസ് കിട്ടില്ല. ഇതിന് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. 2011 മോഡൽ VX വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 91 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിനും ഇതുപോലെ ഫ്രണ്ട് ഗ്ലാസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ക്ലെയിമോ കാര്യങ്ങളോ വിൻഷീൽഡ് മാത്രം ക്ലെയിം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് സർവീസ് ആയിട്ട് പോയിരിക്കുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ഇതുപോലെ ഫ്രണ്ട് 2 ടയർ ഏകദേശം നമുക്കൊരു 70% ഉണ്ട്. ബാക്ക് 2 ഒരു 40% ടയർ കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ വില എത്രയാണ്? ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 1,40,000. 1,40,000. റെഡി ക്യാഷ് ആയിരിക്കും നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ വണ്ടി എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് ഇന്ധനം കിട്ടുന്നതായിരിക്കും. അടുത്ത സിറ്റി ഇത് 2014 മോഡല്. തേർഡ് ഓണർഷിപ്പില് 73,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോളോ ഡീസലോ? പെട്രോൾ വി വേരിയന്റ് വരുന്ന മാനുവൽ ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇതിന് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഏകദേശം ഒരു 60-70% ഉണ്ട്. ഓക്കെ. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,90,000. 490 ആണ്. ഇതിന് നമുക്ക് ഏകദേശം മാക്സിമം ഒരു 85-90% നമുക്ക് ഫിനാൻസ് ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഒരു മിക്കവാറും മാക്സിമം ഒരു 50,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഏകദേശം മതിയാവും അല്ലേ? ഈ വലിയ സെഡാൻ ഇറക്കാൻ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു 500 ഏതാ മോഡല്? ഇത് 2013 മോഡല് W6 വേരിയന്റ് ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ 151. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് വണ്ടി. ഓക്കെ. W6 എന്ന് പറയുമ്പോൾ മിഡ് വേരിയന്റ് ആണെന്ന് തോന്നുന്നു. മിഡ് വേരിയന്റ്, അതായത് ആ സമയത്ത് 13 ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നത്. അലോയ് ഉണ്ടാവില്ല. DR-ലൊക്കെ വരുന്നുണ്ട്. DR-ൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ സിസ്റ്റം അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. നമ്മുടെ വില എത്ര? ഇതിന്റെ വില വരുന്നത് 4,60,000. 4,60,000. അതെ. ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലേ? അതെ, പ്രൊഫൈൽ. ഫിനാൻസിന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടത്? ഫിനാൻസിന് വേണ്ടത് നമുക്ക് ആധാർ, പാൻ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, കരമടച്ച റെസിപ്റ്റ്. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വാടക വീടുള്ളവർക്കാണെങ്കിൽ കറണ്ട് ബില്ലോ ചെയ്യാൻ പറ്റും. നമുക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെ. സിബിൽ ഇല്ലെങ്കിലും വണ്ടി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. വീണാൽ തന്നെ നിങ്ങൾ ഒരുപാട് വലിയ തുക ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. അതെ. അപ്പോൾ സിബിൽ മാക്സിമം ഓക്കെ ആകുമ്പോഴാണ് ഫിനാൻസ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ പറയാനുള്ളത് നമുക്ക് ഡെലിവറി ഉണ്ട് അല്ലേ? ഓൾ കേരള ഡെലിവറി, ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഓഫർ മറക്കണ്ട. ഓഫറിൻ്റെ ഡേറ്റ് വരുന്നത് ഈ മാസം 30, സെപ്റ്റംബർ 30 വരെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും ഫുൾ ടാങ്ക് ഇന്ധനം നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. നമ്മുടെ സബ്സ്ക്രൈബറിനാണ് ഈ സ്പെഷ്യൽ ഓഫർ തരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്ന് വണ്ടി മേടിക്കുക. ഇവിടെ ചോദിക്കണോട്ടോ നമ്മൾ സബ്സ്ക്രൈബർ ആണോ? അപ്പോൾ വേറെന്താ പറയാനുള്ളത്? എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അമീൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.